ഇന്ന് കുറച്ച് കേക്ക് ഓർഡേഴ്സ് കണ്ടല്ലോ. അപ്പോൾ ഒന്നുകൂടി ഇത് വന്നിട്ട് നമ്മളുടെ ഒരു ദീപാവലി കസ്റ്റമർ തന്ന ഓർഡറായിരുന്നേ. 250 ഗ്രാം വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ സെയിം ഡിസൈൻ നമ്മൾ ചെയ്തതുണ്ടായിരുന്നു. അപ്പം അത് തന്നെയായിരുന്നു അവർ സെലക്ട് ചെയ്തത്. നമ്മളത് മിനി ആക്കിയിട്ട് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കളറ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കളർ നമ്മൾ ആ ഒരു കേക്കിൻ്റെ വാളിൽ കൊടുത്തു. ടോപ്പിൽ കൊടുത്തിട്ടില്ല കേട്ടോ, വാളിൽ മാത്രമാക്കിയിട്ട് സെറ്റാക്കി. പിന്നെ മുകളിൽ റൗണ്ട് ആയിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. അപ്പോൾ നമ്മളൊരു മൂടി എടുത്തിട്ട് ആ ഒരു ടോപ്പിലായി ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ ചെറിയ കുഞ്ഞ് റോസറ്റ നോസിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഫ്ലവർ പോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ വരച്ചു. ദെൻ ബാക്കി പോർഷന് ഒരു സർക്കിൾ, സെമി സർക്കിളാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ സൈഡിൽ ഒരു ജസ്റ്റ് വേവ് പോലെ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇത്രയായിരുന്നു. ഇനിയുള്ളത് ബീഡ്സിൻ്റെ കുറച്ച് ഡെക്കറേഷനാണ്. അതിൻ്റെ മുന്നേ നമുക്ക് ചെറുതായിട്ടൊരു റൈറ്റിങ്ങും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് റൈറ്റിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു കളറിൽ അത് അതിൻ്റെ മുകളിലാക്കിയിട്ട് ആ ഒരു കളറിൽ എഴുതാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് ഗ്രീൻ ക്രീം കൊണ്ടൊന്ന് എഴുതി, എന്നിട്ട് സെയിം കളർ കൊണ്ട് തന്നെയായിരുന്നു റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട്. അപ്പം റൈറ്റിംഗ് കൊടുത്തു. ഇനി കുറച്ച് ഡെക്കറേഷനും കൂടെ ഉണ്ട്. അത് ബീഡ്സ് വെച്ചിട്ടായിരുന്നു കേട്ടോ. നമ്മൾ 3 സൈസിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓരോ വേവ് പോലുള്ളതിൽ വലുതും ചെറുതുമായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് സെറ്റാക്കി എടുത്തു. അപ്പോൾ ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊരു സിമ്പിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റാക്കി എടുത്തു. അപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടെ ഫോളോയും കൂടെ ചെയ്തിടുക കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്തു, പാക്ക് ചെയ്തു. ഡെലിവറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അങ്ങനെ നമ്മൾ നന്മണ്ട 12 കേട്ടോ പറഞ്ഞത്. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം റൈറ്റ് സൈഡിലേക്കാണ് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് നന്മണ്ട ഹൈസ്കൂളിലേക്കുള്ള റോഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇതാണ് നമ്മൾ നന്മണ്ട 12 അങ്ങാടി കേട്ടോ. അങ്ങനെ അവർ വന്നു, അവർക്ക് കൊടുത്തു. ദെൻ റിട്ടേൺ പോന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഓർഡറിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ റൈസ് പേപ്പറിൻ്റെ ഡെക്കറേഷൻ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് വരുന്നത് 1 kg വാൻജോയും 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ 2 in 1 എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇത് നമുക്കൊരു എറണാകുളം ഉള്ളൊരു കുട്ടി തന്നൊരു ഓർഡറായിരുന്നേ. അപ്പോൾ അവിടേക്കല്ല, നമ്മൾ വീട്ടിനടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രം കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്താക്കുകയാണ്, ഫൈനൽ കോട്ടിലേക്ക് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇവർ നമ്മുടെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് മേടിച്ചത് എനിക്ക് തോന്നുന്നു ഡ്രീം കേക്കാണെന്നാണ് കേട്ടോ. അപ്പോൾ അവർ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷമായിരുന്നു നമ്മൾ ദീപാവലി ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനും അവർ കുറച്ച് ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രീം കേക്ക് തന്നെയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പിന്നെയാണ് നമ്മുടെ അടുത്ത് നിന്ന് ഈ ഒരു കേക്കിൻ്റെ ഫസ്റ്റ് ഓർഡർ നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടായിരുന്നു. ദെൻ നമ്മളത് അവർ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സെറ്റാക്കി കൊടുത്തതായിരുന്നു കേട്ടോ. പിന്നെ ഒരു ന്യൂ ഐറ്റം ട്രൈ ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് ഈ റൈസ് പേപ്പറിൻ്റെ ഒരു ഇത് വന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ഓർഡറിൽ നമ്മളത് സെറ്റാക്കി എടുത്തത്. നമ്മൾ 1/2 kg ടോളാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 kg അതേപോലെ തന്നെ ടോളായിട്ടായിരുന്നു കേട്ടോ. അതായത് 1 kg വാൻജോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് വന്നിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അത് നമ്മൾ ടോളാക്കിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെത് ക്രം കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫൈനൽ കോട്ടിലേക്ക് സെറ്റാക്കി എടുക്കുകയാണ്. ഇത് നമുക്ക് ആ കേക്കിന് മുകളിലേക്ക് അത് സ്റ്റാക്ക് ചെയ്ത് വെക്കാനുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ബേസിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അതും സെറ്റാക്കി എടുത്തു. ഇനി അത് നമുക്ക് സ്റ്റാക്ക് ചെയ്യണം കേട്ടോ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ അത് നമ്മൾ അറിയാലോ, പ്രാക്ടീസ് ചെയ്താണ് നമുക്ക് ആ ഒരു ഇത് നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. പിന്നെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
എനിക്കിപ്പോൾ ഭയങ്കര എന്താ പറയുക ഇഷ്ടമാണ് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് അത് എടുത്ത് വെച്ചു. ദെൻ മുകളിൽ നമ്മൾ ആ ഒരു സ്ക്വയർ കൊണ്ടുള്ളൊരു അടയാളമൊക്കെ ഒന്ന് ജസ്റ്റ് ക്രീം കൊണ്ട് തന്നെ ജസ്റ്റ് മാറ്റി കൊടുത്തു. അപ്പോൾ കേക്ക് നമ്മൾ ഈ ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയായിരുന്നു 2 ടയർ ആയിട്ടാണ് സെറ്റാക്കുന്നത്. ഇനി നമുക്ക് അതിലേക്കുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കസ്റ്റമർ റെഫറൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെയൊന്നും വേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറ്റുന്ന പോലെയല്ല, നിങ്ങളെ എളുപ്പത്തിന്. ഈ ഒരു കസ്റ്റമർ എനിക്കെന്തോ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലവർ പറയുമ്പോൾ അങ്ങനെ തന്നെ വേണം, അങ്ങനെയൊക്കെയുള്ളൊരു ഡിമാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കസ്റ്റമർ അധികവും നമ്മളോട് പറയാറ് എന്താ പറയുക, നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി വേയിൽ നിങ്ങൾ ചെയ്താൽ മതി, അങ്ങനെ പറയുന്നൊരു കസ്റ്റമറായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കും എന്താ പറയുക ഭയങ്കര കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അറിയാൻ അവർക്ക് ഡിസൈന് അങ്ങനെയൊന്നും ഇല്ലയെന്നാണെങ്കിലും നമുക്ക് ഓരോ ഡിസൈന് ട്രൈ ചെയ്യാനും കൂടെയുള്ളൊരു അവസരം കൂടി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു റൈസ് പേപ്പർ ഞാൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലുള്ളൊരു ഡിസൈനിൽ സെറ്റാക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കളറ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പിങ്ക് ഷെയ്ഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു ഡിസൈന് ഒരു പെറ്റൽസ് ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ പോലെയായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ടൂളൊന്നും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു നൈഫിൻ്റെ ഒരു ടിപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഷേപ്പിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ക്രീം കൊണ്ട് സെറ്റാക്കിയെടുത്തു. ഇനി നമ്മൾ ആ ഒരു പെറ്റൽസ് ഇല്ലാത്ത സ്പേസ് ഉണ്ടാവുമല്ലോ, അവിടെ ഒന്ന് ജസ്റ്റ് ഒരു ഡിസൈന് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ഡിസൈനും കൂടെ അതിൽ അറ്റാച്ച് ചെയ്ത് വരും. ഇനി നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ്, ബീഡ്സ് എന്നൊക്കെ പറയും, അത് ജസ്റ്റ് ഈ ഒരു പാർട്ടിലൊന്ന് എന്താ പറയുക ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതായിരുന്നു ഈ ഒരു കേക്കിൽ സെറ്റാക്കുന്നത്. പിന്നെ ഒരു അതിൽ ആ ഒരു റൈസ് ഷീറ്റും അതിൻ്റെ ഡെക്കറേഷനും കൂടെ വരും. ഇനി നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ റൈസ് ഷീറ്റാണിത്, റൈസ് പേപ്പർ കേട്ടോ. റൈസ് പേപ്പറിൽ അത് എന്താ പറയുക നമ്മൾ ചെയ്തിട്ട് ഓരോ ഷേപ്പിലാക്കി എടുക്കുകയാണ്. എന്നിട്ട് അതിൽ നമ്മൾ ഒരു ഗോൾഡൻ്റെ ഒരു ടച്ച് കൊടുക്കുകയാണ് കേട്ടോ. ദെൻ അത് ചെയ്തു. ഇനി ആ നമ്മൾ വരച്ച ഒരു പെറ്റലിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പെറ്റലിൻ്റെ ആ ഒരു ഷേപ്പിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഗോൾഡൻ ടച്ചും കൂടെ അതിലും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ നമ്മൾ അതിലും ഓരോരോ നമ്മൾ ചെയ്തതിലും ഓരോന്നിലായിട്ട് നമ്മൾ ആ ഒരു ഗോൾഡൻ്റെ ടച്ചിങ്സ് ചെയ്ത് കൊടുത്തു. ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ആനിവേഴ്സറി ടോപ്പർ അതിൻ്റെ മുകളിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അടുത്തതാണ് നമ്മളുടെ കേക്കിൻ്റെ ഹൈലൈറ്റ്. അത് റൈസ് പേപ്പറിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഈ ഒരു ഷേപ്പിൽ സെറ്റാക്കി വെച്ചതായിരുന്നു കേട്ടോ. ഒരു കളറ് പിങ്കായി ഒരു ഷെയ്ഡും കൊടുത്തു. ദെൻ അതിൻ്റെ ഒരു എന്താ പറയുക ഔട്ടർ ലൈനായിട്ട് പോലെ ഗോൾഡൻ്റെ ഒരു ടച്ചും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ കേക്കിൻ്റെ ഈ ഒരു സൈഡിലും പിന്നെ മറ്റേ സൈഡിലും ഒന്ന് ജസ്റ്റ് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്തു. ഇത് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ടാവും. അങ്ങനെ നമ്മൾ പാക്കിംഗ് ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യാറ്. അങ്ങനെ ഞാൻ പാക്കൊക്കെ ആക്കി സെറ്റാക്കി എടുത്തു. എന്നിട്ട് ഡെലിവറിക്ക് പോവാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകാനുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ വണ്ടിയിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഒരു നൈറ്റ് ഡെലിവറി ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് അവിടെ എത്തിച്ചു. അവിടെ നിന്നുള്ള വീഡിയോസൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വായോ, ഇനി അടുത്ത കാണാം. ഇത് വന്നിട്ട് നമ്മളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലമുണ്ട്, നാരകശ്ശേരി എന്ന് പറയും. നന്മണ്ട ഉള്ളവർക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കുട്ടി തന്ന ഓർഡറായിരുന്നു. അവരുടെ ഹസ്ബൻഡിന് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. 1/2 kg വരുന്ന റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ ഫ്ലേവർ വരുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിരുന്നു. ജസ്റ്റ് ഒരു വൈറ്റ് കേക്ക്, വൈറ്റും റെഡും ആണല്ലോ ആനിവേഴ്സറിക്ക് പൊതുവെ ഉണ്ടാവാറ്, അതേപോലെ തന്നെയായിരുന്നു. കുറച്ച് ഹാർട്ട്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ റൈറ്റിങ്ങും കൊടുത്തു സെറ്റാക്കി എടുത്തതായിരുന്നു കേട്ടോ. നമ്മൾ ക്രം കോട്ടൊക്കെ അടിച്ച് വെച്ചതായിരുന്നു. ഞാൻ ഫൈനൽ
സെറ്റപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ സൈഡിൽ കൂടെ ഒരു ബ്രഷ് കൊണ്ട് ഒരു ഡിസൈനും കൂടെ കൊടുത്തു, അതേപോലെ മുകളിലായിട്ടും കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് അതിൽ ബാക്കി പരിപാടി നോക്കാം. ആദ്യം തന്നെ നമ്മൾ ആ ഒരു റൈറ്റിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രീം റെഡ് ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അനുവേട്ട എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് കുട്ടി കുട്ടി ഹാർട്സും കൂടെ ക്രീം കൊണ്ട് തന്നെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലായിടത്തിലും ഓൾമോസ്റ്റ് ആ കേക്ക് മൊത്തമായിട്ട് വോളിലും അതേപോലെ തന്നെ ടോപ്പിലും ജസ്റ്റ് ഹാർട്സ് വരച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ റൈറ്റിങ് അതേപോലെ തന്നെ കുട്ടി ഹാർട്സ് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ടോപ്പ് പോർഷനിൽ ചെറുതായിട്ടൊരു ബീഡ്സും കൂടെ ഒന്ന് ജസ്റ്റ് ഷുഗർ ബോൾസ് തന്നെ കുറച്ചിട്ട് കൊടുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ട് ചെയ്ത് കൊടുത്തു. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മാത്രം. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. എല്ലാം ഓൾമോസ്റ്റ് അധികം നമുക്ക് നൈറ്റ് തന്നെയായിരുന്നു കേട്ടോ ഡെലിവറി ഉണ്ടായിരുന്നത്. അത് നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടൈം പറയുന്ന ആ ടൈമിൽ നമുക്ക് ഡെലിവറി ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പം നോക്കിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അവർ വിളിച്ചു. ഏകദേശം ടൈം ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നേ. വീട്ടിന് അടുത്തുള്ളതായതുകൊണ്ടാണ് കേട്ടോ നൈറ്റ് ഡെലിവറി ഒക്കെ. അല്ലാത്തത് നമ്മൾ അധികവും സ്കിപ്പ് ചെയ്യാറാണ്. അവരോട് വന്നെടുക്കാനാണ് പറയാറ് കേട്ടോ. അധികം ലോങ് നമ്മൾ പോകാറില്ല. അങ്ങനെ അതും ഡെലിവറി കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ദെൻ ഇത് ആണ് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഓർഡറാണ് കേട്ടോ. അപ്പോൾ ഇത് വേറെ ആർക്കും അല്ല, എൻ്റെ ഒരു കസിൻ സിസ്റ്റർക്കായിരുന്നു. കേക്ക് വരുന്നത് 1 kg വാഞ്ചോ ആയിരുന്നു കേട്ടോ. ടോളാക്കിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ക്രീം കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അത് ഫൈനൽ സെറ്റാക്കുകയാണ്. പിന്നെ ഈ ഒരു തീം എന്ന് പറയാനൊരു ഗേൾ ബർത്ത്ഡേ ആയിരുന്നു, അവരുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു തീമിലായിരുന്നു കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം കേക്കിൻ്റെ പരിപാടി സെറ്റാക്കിയെടുത്തു. മുകളിലൊരു വേവ് പോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ കളേഴ്സൊന്നും യൂസ് ചെയ്യാനുണ്ടായിരുന്നില്ല, പ്ലെയിൻ വൈറ്റ് കേക്ക് തന്നെയായിരുന്നു കേട്ടോ. ദെൻ ഡെക്കറേഷൻ ചെയ്യാനാണ്. അന്ന് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദെൻ നമ്മളാ ഒരു ഗേളിൻ്റെ ഒരു പ്രിൻ്റ് ഉണ്ടായിരുന്നു, അത് കേക്കിൻ്റെ വോളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ദെൻ വേലി, നമ്മളെ ഫെൻസസ് ഇല്ലേ, അത് 2 സൈഡിലും ആക്കിയിട്ടൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർഫ്ലൈസിനും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ ആ വാളിൻ്റെ അതിൽ ഒരു 2 ബട്ടർഫ്ലൈസിനെയും കൂടെ ഒന്ന് ആഡാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടോപ്പിലാണെങ്കിലും കുറച്ച് ബട്ടർഫ്ലൈസും പിന്നെ അതേപോലെ കുറച്ച് ഷുഗർ ബോൾസ്, പിന്നെ അവർ പറഞ്ഞൊരു ടോപ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ലച്ചു എന്നായിരുന്നു ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റൈറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും കൂടെ ആഡ് ചെയ്തു. കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്തു. കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഇതുവരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ 4 ഓർഡേഴ്സായിരുന്നു കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ പാക്കിങ്ങൊക്കെ ചെയ്തു. സംഭവം നൈറ്റായിരുന്നു കേട്ടോ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. ദെൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയാൻ, നമ്മൾ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആനിവേഴ്സറി 4th ഈ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ 4 years ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവരോട് തിരക്ക് കാരണം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഡ്രീം കേക്കിൻ്റെ തന്നെയാണ് കേട്ടോ നമ്മൾ ദീപാവലിക്ക് ചെയ്ത സെയിം. പിന്നെ ഓർഡർ ലാസ്റ്റ് ഡേറ്റ് 10-ാം തീയതി വരെയാണ് കേട്ടോ. ഇന്ന് മുതൽ 10-ാം തീയതി വരെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. പിന്നെയെന്ന് പറയാൻ ഡെലിവറി ഇല്ല, വന്ന് കളക്ട് ചെയ്യേണ്ടി വരും. കൊറിയർ ഫെസിലിറ്റി ഉണ്ട്, കോഴിക്കോട് മാത്രമേ ഉള്ളൂ കേട്ടോ. പുറത്തേക്ക് നമ്മളൊരു വട്ടം ചെയ്തത് കൊണ്ട് അത് എന്തായാലും ഫ്ലോപ്പ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്കുള്ള ഓർഡർ എടുക്കുന്നില്ല, കോഴിക്കോട് മാത്രം. ഇതൊന്നാമത് കേക്കാണല്ലോ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് മാർച്ച് 10 വരെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ദെൻ 15-ാം തീയതിയാണ് നിങ്ങൾക്ക് സാധനം കയ്യിൽ എത്തുക കേട്ടോ. ഓർഡർ പ്ലേസ് ചെയ്യാൻ നമ്മളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്പർ, അതിലേക്ക് മെസ്സേജ് ചെയ്യുക.
അല്ലെങ്കിൽ ഈ പോസ്റ്ററിൽ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറും അതേപോലെ തന്നെ ഇൻസ്റ്റ ID കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ദെൻ ഈ സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു നോട്ടൊന്ന് വായിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ ഓഫറിൻ്റെ കാര്യം വിട്ടു പോകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്തിടെ കാണാം.